ഹായ് കൂട്ടുകാരെ, ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോയാബീൻ ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചപ്പോൾ ചോറ് വേവിച്ച് വെച്ചപ്പോഴാണ് ഉള്ളിയൊക്കെ എല്ലാം നോക്കിയപ്പോൾ ഉള്ളിയില്ല. പിന്നെ പേടിയപ്പോൾ ഉള്ളിയൊക്കെ വാങ്ങി വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ സോയാബീൻ കുതിർത്തിട്ടിട്ടാണ് പേടിയെ പോയത്. പിന്നെ പോയി വന്നിട്ടാണ് പിന്നെ ഉണ്ടാക്കിയത്. ചട്ടി ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് ഓയിലും നെയ്യും ചേർക്കുന്നുണ്ട്. GRBൻ്റെ നെയ്യാട്ടോ ആഡ് ചെയ്യുന്നത്. അതും കൂടി ചേർക്കുന്നുണ്ട്. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചെയ്യുന്ന നോർമലാണ്. പിന്നെ പെട്ടെന്ന് തോന്നി വീഡിയോ എടുത്താൽ എന്താ നമ്മളുണ്ടാക്കുന്ന മറ്റുള്ളവർക്കും കൂടി ഒരു സഹായമാകുമ്പോൾ പെട്ടെന്ന് ചിക്കനൊന്നും ഇല്ലാത്തപ്പോൾ ഒന്നും ഉണ്ടാക്കാനൊക്കെ എളുപ്പമല്ല. അപ്പോൾ നെയ്യ് ആഡ് ചെയ്തു. അതിന് ശേഷം ഓയിൽ കുറച്ച് പാർന്നിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളി എന്താ വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതിൽ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് കിട്ടും. ഉള്ളി ഈ വയന്ന ഉള്ളിയില്ല, മൂപ്പിച്ച ഉള്ളി ഇടുമ്പോൾ നല്ല രസമുണ്ടാവും. നല്ലോണം വഴന്ന് പിന്നെ അത്യാവശ്യം 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ബ്രൗൺ നിറമായി വരുന്നുണ്ട്. അതായിക്കഴിഞ്ഞ് നമുക്ക് കോരി മാറ്റാം. പിന്നെ ഞങ്ങളെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതാ ഉള്ളി നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഉള്ളി ഇടുകയാണ്. ഗ്രേവി എന്ന് വെച്ചാൽ ഇതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഇട്ടു. ഉള്ളി നല്ലോണം ഞെരടി ഇടുന്ന കേട്ടോ നല്ലത്. എന്നാൽ പിന്നെ നല്ലോണം അത്യാവശ്യം വഴന്ന് കിട്ടും, വേഗം ടേസ്റ്റും ഉണ്ടാവും. അതുകൊണ്ട് അത്യാവശ്യം ഉള്ളി നല്ലോണം ഞെരടി ഇട്ടാൽ പിന്നെ ഉപ്പൊന്നും ആഡ് ചെയ്യണ്ട. വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം വഴന്ന് വന്ന് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതല്ല മിക്സിയിൽ അത് ഇട്ടിട്ട് പിന്നെ തക്കാളി ഇടും. തക്കാളി ഇടുന്നത് കുറച്ചേ ഇടുന്നുള്ളൂ. ഞാൻ 2 തക്കാളി എടുത്തില്ലേ, അത് മുഴുവനായിട്ടൊന്നും ഇടുന്നില്ല കേട്ടോ. അതിൻ്റെ പകുതി 2 മുറിച്ചെടുത്തിട്ട് അതിൻ്റെ പകുതിയാക്കിയിട്ടാണ് ഇടുന്നത്. കുറച്ച് ഇപ്പോഴും ഇടും, പിന്നെ കുറച്ച് ഇതിൻ്റെ ലാസ്റ്റിലേക്കും ഇടും. സോയാബീനൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് അതിൻ്റെ കൂടെ ഇടും. അങ്ങനെ ഇടുമ്പോൾ ഞങ്ങൾ ചിക്കൻ്റേതാണെങ്കിലും എന്ത് വെക്കുകയാണെങ്കിലും ബിരിയാണി വെക്കുമ്പോൾ അങ്ങനെ വെച്ച് നോക്കും, നല്ല രസമാണത്. തക്കാളി പകുതി വെന്തതും പകുതി വേവാത്തയും ടൈപ്പ് ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇതാ ഏകദേശം അടച്ച് വെച്ച് വേവിച്ചപ്പോൾ ഒന്ന് നല്ലോണം ആവിയിൽ കിടന്ന് ഒന്ന് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒന്നും കൂടി ഞാൻ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് നെയ്യും ഓയിലും കൂടി ചേർക്കുന്നുണ്ട് ഇത്രയും. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞളും മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇത് മാത്രം. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ഞങ്ങൾ ഇവിടുത്തെ എടുത്തുന്ന പീടികയിൽ നിന്ന് മേടിക്കുന്ന മസാലപ്പൊടിയാണ്, ബ്രാൻഡഡ് മസാലപ്പൊടിയൊന്നുമല്ല. ചെറിയ ചെറിയ ആൾക്കാരുണ്ടാക്കില്ലേ, ആൾക്കാരെന്ന് വെച്ചാൽ അങ്ങനെ ചെറിയ ആൾക്കാരല്ല, ചെറിയ ചെറിയ കടകളിൽ കിട്ടുന്ന അങ്ങനത്തെ മസാലപ്പൊടി. അത് നല്ല ടേസ്റ്റാണ്. അത് 2 ചേർക്കും. പിന്നെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഈ 3 മസാല മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ പറയാനുള്ളത്. ഒരുപാട് മസാലേൻ്റെ ആവശ്യമില്ല. പിന്നെ ഉപ്പും തൈരും ചേർക്കുന്നുണ്ട് കേട്ടോ. തൈര് പിന്നെ ഒരു ടേസ്റ്റാണ്, ആ ഒരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തൈര് ചേർക്കുന്നത് നല്ലതാണ്. ആദ്യമായിട്ടായിട്ട് വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ അതാ സോയാബീൻ കുതിർത്തേച്ച് നമ്മളതെടുത്തിട്ട് സോയാബീൻ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. എരിവൊക്കെ ഇതിൽ തന്നെ ഉണ്ടാകുമെന്ന് വെച്ചാൽ നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയില്ലേ, ഡെക്കറേഷന് വെച്ച ഉള്ളിയും ലാസ്റ്റിലേക്ക് ഞാൻ പറഞ്ഞില്ല, ആദ്യം തക്കാളി പപ്പാതി എടുത്തതിന് ആ തക്കാളി ഇടുന്നുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിട്ട് കുക്ക് ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ബിരിയാണീൻ്റെ എസൻസ് ഞങ്ങളിവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ്. അത് നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല സ്മെല്ലും ഉണ്ടാവും നമ്മൾ ബിരിയാണിയിലേക്ക്. അത് അത്യാവശ്യം എല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും, ഹോട്ടലുകളിലെല്ലാം ഉപയോഗിക്കുന്നതന്നെയായിരിക്കും. പിന്നെ ജസ്റ്റ് ഒന്ന് മേടിച്ചു എന്നുള്ളൂ, ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ അറിയണമല്ലോ. എന്ത് സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കണമല്ലോ, അതുകൊണ്ട് മേടിച്ചതാണ്. അത് ലേശം ഇതിലേക്ക് ഗ്രേവിയിലേക്ക് ഒറ്റിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. സോയാബീൻ വേവാനൊന്നും അതിന് മാത്രം ടൈമൊന്നും വേണ്ട, ഒരു 5-10 മിനിറ്റ് മതിയാവും. ഏകദേശം ആയി. അപ്പം നമ്മൾ ദമ്മിടാൻ പോകണം. ചോറ് വലിയ ദമ്മിൻ്റെ പരിപാടിയൊന്നുമില്ല, വലിയ എക്സ്പേർട്ടായിട്ടുള്ള കുക്കിങ്ങൊന്നും അല്ല. ദമ്മിട്ടു, ആവശ്യത്തിന് നെയ്യും പിന്നെ ഈ ഇതിലും അണ്ടിപ്പരിപ്പും മുന്തിരി അങ്ങനത്തെ ഒന്നും ആരും നോക്കണ്ട, അതൊന്നും ഇതിലില്ല കേട്ടോ. നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടൊരു ബിരിയാണി. ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയും കുറച്ച് മസാലയും പിന്നെ ആ എസൻസ് ഇല്ല, നമ്മൾ
എടുത്തു വെച്ച എസൻസ് അത് ലേശം ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ അത്യാവശ്യം ഒന്ന് അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ചോറ് വെച്ച അടുപ്പുണ്ട്, അപ്പോൾ അതിൻ്റെ കനലിൽ കിടന്നിട്ട് മുകളിലൊന്നും ഇടുന്നില്ല, താഴെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ചൂടിലൊന്ന് സെറ്റായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. കുറച്ചൊരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ശേഷം നല്ലോണം ഇളക്കി കൊടുത്തു. ഇതല്ലാതെ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഇതുണ്ട്, പക്ഷെ ഇത് ഫുള്ള് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോയിൽ. അത്യാവശ്യം ഇളക്കി കൊടുത്തിട്ട് നമ്മൾ സോയാ ബിരിയാണി തയ്യാർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു